ഹലോ ഹായ് ഫ്രണ്ട്. ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഡൈയുടെ വീഡിയോ ആണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെ. ഞാൻ സാധാരണ ഒരു 5-6 മാസമായിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഇത്രയുള്ള ഒരു വലിയ ബോട്ടിൽ VIP ഷാമ്പു അത് കെമിക്കലാണല്ലോ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു എവിടെയാണോ എന്നറിയുള്ളൂ. ഇവിടെയൊക്കെ ഒരു കുറച്ചേ ഉള്ളല്ലോ. പിന്നെ ഈ നെറുകയിലൊരു 2-3 അത്രയേ ഉള്ളല്ലോ. അപ്പോൾ അത് കണ്ടമാനം അങ്ങ് വെളുത്ത് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ VIP ഷാമ്പു എടുത്ത് ഇവിടെ എല്ലാം തേച്ചിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് കഴുകിക്കളയും. അങ്ങനെ. പക്ഷേ കുറേ ആയി ഈ നാച്ചുറൽ ഡൈ ഒന്ന് തേച്ചിട്ട്, അതായത് നമ്മളുടെ ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും. അപ്പം ഞാൻ ഓർത്താണ് ഇന്നൊന്ന് തേച്ചേക്കാം, കുറേ ആയല്ലോ. അപ്പം മുടിയൊക്കെ എല്ലാം ആ ഹെന്നായും ഇൻഡിഗോ എല്ലാം തേച്ച് കഴിയുമ്പോൾ മുടിയെല്ലാം നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് മുടിക്കൊക്കെ ഒരു ബലം തോന്നിക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് തേച്ചേക്കാമെന്ന് വിചാരിച്ച് ഇവിടെ 1-2 ഉള്ളത് തെളിഞ്ഞ് വന്നിട്ടുമുണ്ട്. കണ്ടോ, വന്നിട്ടുമുണ്ട് ഇവിടെ 1-2. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഞാൻ മംഗലാപുരത്തോട്ട് വരുന്നതിൻ്റെ ഈ ദീപാവലിക്ക് പോയിട്ട് ഞാൻ വരുന്നതിൻ്റെ ആ ദിവസം തന്നെ പകല് ഞാനത് നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഞാൻ കോടിമതയിൽ പോയായിരുന്നു. എന്ത് വാങ്ങിക്കാനാ പോയെന്ന് പറഞ്ഞില്ലായിരുന്നു അല്ലേ? അത് വീഡിയോ ചെയ്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പറയാതിരുന്നത്. അപ്പോൾ കോട്ടയത്ത് കോടിമത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അവർക്ക് കുറേ സ്പൈസസിൻ്റെയും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം സെയിലുണ്ട്. അപ്പോൾ ഒറിജിനലാണ്. അപ്പോൾ ഞാൻ 2 മാസം മുമ്പ് ബ്യൂട്ടി പാർലറിൽ പോയി. സെപ്റ്റംബറിലാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ സെപ്റ്റംബറിൽ പോയി ഡൈ ചെയ്തപ്പം പിന്നെ എന്നോട് ആ പെൺകൊച്ച് തന്നെ, ബ്യൂട്ടീഷ്യൻ കൊച്ച് തന്നെ എന്നോട് പറഞ്ഞു തന്നു, ഇതുപോലെ ഹെന്നായും നാച്ചുറലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹെന്നായും ഇൻഡിഗോ പൗഡറും കോടിമതയിൽ ഗ്രീൻ ലീഫ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരുടെ തന്നെ റെസ്റ്റോറൻറ്റിൽ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ ഒരു ഹാളിനകത്ത് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. അവിടുന്ന് വാങ്ങിക്കണം. ഇവിടെ വരുന്ന കുറേ കസ്റ്റമേഴ്സ് അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചേച്ചി അവിടെ പോയി വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിച്ച് നോക്ക്. ആ ഉപയോഗിച്ചവരുടെ മുടിയൊക്കെ കണ്ടു. അതുകൊണ്ട് ഞാൻ ചേച്ചിക്ക് റെക്കമെൻഡ് ചെയ്യുക. ഇപ്പം ഞാൻ എല്ലാവരെയും കാണുമ്പം ഇതാണ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രീൻ ലീവ്സിൻ്റെ കടയിൽ പോയി ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും വാങ്ങിച്ചിട്ട് ഹെന്ന പൗഡർ കലക്കി ഒരു അരമണിക്കൂർ വെച്ചിട്ട് പച്ചവെള്ളത്തിൽ കലക്കി അരമണിക്കൂർ വെച്ചിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂർ വെച്ചിട്ട് കഴുകി കളയുവാണെങ്കിൽ പിന്നെ നല്ലൊരു ബ്രൗൺ കളർ വരും. അതിനുശേഷം പിന്നെ നമ്മൾ ഇൻഡിഗോ പൗഡർ, ഈ ഹെന്ന പൗഡർ കലക്കുന്ന ആ സമയത്ത് തന്നെ ഇൻഡിഗോ പൗഡറും ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് അത് പിന്നെ അതന്ന് തേക്കരുത്. ആ ഇൻഡിഗോ പൗഡർ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എപ്പോഴെങ്കിലും രാവിലെ നമുക്ക് സമയമുള്ളപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ നമ്മൾ ആ ഇൻഡിഗോ പൗഡർ എടുത്ത് തേച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയുക. അപ്പോൾ നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ ഈ ഹെന്ന പൗഡറും ഗ്രീൻ ലീവ്സ് കണ്ടോ, ഹെന്ന പൗഡറും ഇവരുടെ ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും മാസത്തിൽ 2 പ്രാവശ്യം ഇതേ രീതിയിൽ ഉപയോഗിച്ചാൽ പിന്നെ നമ്മളുടെ ആ നര ഉള്ള ഭാഗത്ത് പിന്നെ ആ നര ഇങ്ങനെ വെളുത്ത് ഭയങ്കരമായിട്ട് നിൽക്കത്തില്ല. നമ്മളുടെ ബ്രൗൺ കളറിൽ എപ്പോഴും മാസത്തിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ബ്രൗൺ കളറിൽ എപ്പോഴും ആ നരച്ച ഭാഗത്തും പിന്നെ അല്ലാതെ മുടിയെല്ലാം ബ്രൗണും ബ്ലാക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് ഇരുന്നോളൂന്ന്. പിന്നെ നല്ല തിക്കായിട്ടും മുടിയിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് വെച്ചതല്ലാതെ ഇതുവരെ ഉപയോഗിച്ചില്ല. മേടിച്ചുകൊണ്ട് വന്നിട്ട് തന്നെ ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. 1.5 മാസമായില്ലേ. ദീപാവലിക്ക് നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മേനെയും ഞാൻ കാണിച്ചു കൊടുത്തു. അമ്മയും കെമിക്കലൊന്നും വാങ്ങിച്ച് തേക്കണ്ട, ഇത് കോടിമതയിൽ പോയി വാങ്ങിച്ച് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ, വെറുതെ ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ വാങ്ങിക്കാഞ്ഞത്. കാണിച്ചപ്പോൾ അമ്മയ്ക്ക് താല്പര്യമായിട്ട് അമ്മ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം, കുഴപ്പമില്ല, ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി മേടിച്ചോന്ന് അറിയത്തില്ല, ക്രിസ്മസിന് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിത് ഒന്ന് കുഴച്ച് വെക്കാൻ പോവാം. എന്നിട്ട് ആരൻ വന്ന് ഊണും കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ തേക്കണം. എന്തായാലും ഇത് 1/2 മണിക്കൂർ കലക്കി വെക്കണമല്ലോ.
പിന്നെ എന്തായാലും അരമണിക്കൂർ ഹെന്ന പൗഡർ കലക്കി വെക്കണമല്ലോ. ഇൻഡിഗോ പൗഡർ കലക്കി വെച്ചിട്ട് നമുക്ക് നാളെ എടുക്കാം. ഫ്രീ ആകുമ്പോൾ നാളെ തേക്കാം. 2 മണിക്കൂർ അതും തലയിൽ തേക്കാം. അപ്പം നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ തേക്കാം. എന്തായാലും തേച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം എന്താ കണ്ടോ വെളുത്ത് ദേ കണ്ടോ കണ്ടോ വെള്ളം പൊടി. നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതെ കണ്ടോ ഇവിടെ ഉണ്ട് ചെറുനരകൾ ചെറുത്. പിന്നെ ഇത് കണ്ടോ വെളുത്തിരിക്കുന്ന കണ്ടോ എല്ലായിട്ട് കാണാമല്ലോ. കണ്ടോ ഇത്. പിന്നെ ഇവിടെ ഉണ്ട് കണ്ടോ കുഞ്ഞി ഉണ്ട്. പിന്നെ ഈ നെറുകന്തലയിൽ ഇവിടെ ഇത് കണ്ടോ 3-4-5 എണ്ണം 5-6 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ കഴുകി കഴിയുമ്പോൾ വൈകുന്നേരം ഞാൻ റിസൾട്ട് കാണിക്കാം കേട്ടോ. എന്തായാലും കാണിക്കുവേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കലക്കി വെക്കട്ടെ. പിന്നെ നമുക്ക് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണല്ലോ. പക്ഷെ ആ കൊച്ചെന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിനകത്ത് 4 ടീസ്പൂൺ ഹെന്ന പൗഡർ ഇട്ടു. ഇനി ഒന്ന് പച്ചവെള്ളത്തിൽ കുഴച്ച് വെക്കാം. ഇച്ചിരി നേരം ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്നിട്ട് ആരൻ വന്നുണ്ട് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ മുടിയിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് പിന്നെ വേറെ എന്നാന്നറിയാമോ, നാട്ടിലാണ് എൻ്റെ മറ്റേ ആ ഇരുമ്പിൻ്റെ, ഇനി പ്രാവശ്യം പോകുമ്പോൾ അതെടുത്തുകൊണ്ട് വരണം. ഇരുമ്പിൻ്റെ ആ ചീനച്ചട്ടിയില്ലേ, അത് നാട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് തേക്കുക. ഒന്നും തേക്കാതിരിക്കുന്നതിലും നല്ലതല്ലേ. എന്തായാലും ബ്രൗൺ ആവുമല്ലോ, അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വെക്കാം. എന്നിട്ട് വേറൊരു കുപ്പിയെടുത്ത് അതും കൂടെ നമ്മളുടെ ഇൻഡിഗോ പൗഡർ കൂടെ, ഞാൻ ഇവിടെ ഒരു ടവൽ വിരിക്കുമായിരുന്നു ചെറുത്, ഇൻഡിഗോ പൗഡർ കൂടെ കലക്കി വെക്കണം. ഓക്കെ. ഇൻഡിഗോ പൗഡറിന് വേണ്ടി കുപ്പി തപ്പിയിട്ട് ഇല്ല. ഇതേ ഉള്ളായിരുന്നു, ഒരു കുപ്പി ഒഴിഞ്ഞിരിക്കുന്നുള്ളായിരുന്നു. എല്ലാം ഓരോന്നിട്ട് വെച്ചിരിക്കുക. അപ്പം ഇത് ഞാൻ തേച്ച് കഴിയുമല്ലോ. തേച്ച് കഴിയുമ്പോൾ ഇൻഡിഗോ പൗഡർ നമുക്ക് ഇതിനകത്തോട്ട് കലക്കി വെക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒലിച്ചു പോകാത്ത രീതിയിൽ ആ കൺസിസ്റ്റൻസിയിൽ നമ്മളിതാ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതിരിക്കട്ടെ. ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് തേക്കാം. അപ്പം ആരനൊക്കെ ചോറിനിട്ട് പോയി കേട്ടോ. ഞാനും കഴിച്ചു. വവ്വാലുടുപ്പ് നമ്മളുടെ മുടിയേലും മുഖത്തും ഒക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉടുപ്പയിലാകാതിരിക്കും. വേറൊരു കളറായി. കരിമ്പച്ചയല്ലായിരുന്നോ? ചെറിയൊരു ബ്രഷ് എടുക്കട്ടെ. ബ്രഷ് അല്ലാതെ കൈ നോക്കട്ടെ. ഇവിടെ ഒരു ഇതുണ്ട്. ബ്രഷിൻ്റെ ആവശ്യമില്ല. ഫ്രണ്ടിൽ മാത്രം തേച്ച് കേട്ടോ. ഇവിടെ എല്ലാം ഇവിടം വരെ, ഇവിടെയും അധികം തേച്ചില്ല, തീർന്നു പോയി. ഞാൻ ആദ്യം ഇവിടെ എല്ലാം അങ്ങ് വാരി തേച്ചു, ഇവിടെ അല്ല. അത് കഴിഞ്ഞ് 2 സൈഡും തേക്കാൻ വന്നപ്പം ചുമ്മാ ഒന്ന് തേച്ച് വിടാനേ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ച് ഗ്ലൗസ് പൊട്ടിപ്പോയേ, നേരെ കയ്യെ പറ്റി. ഇവിടെ ഇത് പൊട്ടിപ്പോയില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. ഇത് 2 വിരലിൻ്റെ ഇവിടെ പൊട്ടിപ്പോയതുകൊണ്ട് പറ്റി. ഭയങ്കര കളറുണ്ടല്ലേ. അപ്പം ഇത് കഴുകുമ്പോൾ ഇപ്പം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഒരു 1 മണിക്കൂറാകട്ടെ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ചൂടുവെള്ളത്തിൽ നമ്മുടെ നീലയാമ്പരിയും കലക്കി വെച്ചു. ചെറു ചൂടുവെള്ളം അവിടെ ഇരിക്കട്ടെ. നമുക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇരുമ്പ് പാത്രം കൊണ്ടുവരും. അപ്പോൾ
ഇതാ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അന്നേരം കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അതും എഡിറ്റ് ചെയ്ത് രാവിലെ പ്രാർത്ഥന നടന്നില്ലേ, പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ മണിക്കൂർ അങ്ങ് ഇരിക്കുന്നതാണ്. പക്ഷേ അത്രയും സമയം ഇരുന്നില്ല. എന്നാൽ ഇനി ഇത് ഉണങ്ങുന്ന വരെ ഇരുന്ന് പ്രാർത്ഥിക്കാം, പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ, പിന്നെ കാണാം. കഴുകിയിട്ട് എന്തായാലും കാണിക്കും, റിസൾട്ട് എനിക്കും അറിയണമല്ലോ. ഹലോ ഗൈസ്, ഞാൻ ദേ മുടി എല്ലാം ദേ പോയി കഴുകി കേട്ടോ, എന്നെ കഴുകിക്കളഞ്ഞേ. സൂപ്പർ സാധനം, പറയാതിരിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് തൃപ്തികരമായ കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറയത്തുള്ളൂ. ചുമ്മാ എന്നതെങ്കിലുമൊക്കെ കാണിച്ച് മുഖത്തിൻ്റെ കാര്യമാണേലും മുടിയുടെ കാര്യമാണേലും, അതായത് ടിപ്പിൻ്റെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് 100% എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. പിന്നെ ഇത് പണ്ട് ഒരു 3-4 വീഡിയോസ് ഞാൻ നാച്ചുറൽ ഡൈഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. നാച്ചുറലിൻ്റെ മറ്റേ കെമിക്കൽ ഡൈ പിന്നെ നമ്മൾ എന്നാ തേച്ചാലും പെട്ടെന്ന് കറക്കും. പക്ഷെ നാച്ചുറൽ ഡൈ അങ്ങനെ ഇങ്ങനെ ഒരാഴ്ച കഷ്ടിയൊക്കെ നിൽക്കത്തുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ തേച്ചതല്ലേ ഉള്ളൂ, എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഒരു 100% ഒന്ന് കറക്കുവോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെയും ഒരു നാച്ചുറൽ ഡൈയും ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഹെന്ന മാത്രം തേച്ചപ്പം ഇതുപോലെ ഹെന്ന മാത്രം തേച്ചിട്ട് ഫുള്ള് നര പോയപ്പം ഞാൻ ഇച്ചിരി മുമ്പേ, ഞാൻ ഈ കഴുകുന്നതിന് മുമ്പേ, ഇത് തേക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ ഇവിടത്തെയൊക്കെ നര എടുത്ത് കാണിച്ചു തന്നാ അല്ലേ, കാണിച്ചു തന്നാ. നിങ്ങൾ നോക്കിയേ. ഇനി എനിക്ക് നീലാമ്പരി തേക്കേണ്ടി പോലും ഇല്ല. നീലാമ്പരിയൊക്കെ തേച്ചാൽ മുടിക്ക് നല്ലതാണോ? മുടിക്ക് താരൻ പോയി ഉള്ള വെച്ച് നീളമൊക്കെ വെക്കുമോ, തലയ്ക്ക് തണുപ്പോ, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഗുണം എന്നാന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എൻ്റെ വിചാരം നീലാമ്പരി ഈ മുടി കറുപ്പിക്കാനേ കൊള്ളത്തുള്ളെന്നാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു കാര്യം. ഈ ഹെന്ന എൻ്റെ പൊന്നോ ചുമ്മാതല്ല, എല്ലാവരും ഇതാ തേക്കുന്നതെന്ന്. അതുകൊണ്ടിപ്പം അങ്ങോട്ട് ആരും ഡൈ ചെയ്യാൻ ചെല്ലുന്നില്ലെന്നാണ് പറഞ്ഞത്, അവരൊക്കെ ഇതാ തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അത് കേട്ടപ്പോൾ ഈ കൊച്ച് എന്നാ നല്ലൊരു കൊച്ചായിട്ട് ഈ കൊച്ച് അതെല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പം എല്ലാവരും അതാ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെന്നപ്പം എനിക്കും പറഞ്ഞു തന്നു, ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലുമോ ഡൈക്ക്? ഒരിടത്തും പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഡൈ തേക്കാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകത്തില്ല. നമ്മൾ ഈ VIP ഷാമ്പു ഉപയോഗിക്കുക ചെയ്യുന്നത്. പിന്നെ അല്ലാതെ പിന്നെ ഹെന്നായും പിന്നെ നീലാമ്പരിയും അങ്ങനെയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അധികം അറിയില്ലാത്തതുകൊണ്ട് അതങ്ങ് വെച്ചുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. ഞാൻ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ VIP ഷാമ്പു ഇതൊക്കെ അങ്ങനെയാണ്. പക്ഷെങ്കിൽ എൻ്റെ പൊന്നോ ഇത് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾ ഇത് വാങ്ങിച്ചോ. അല്ല, ഞാൻ കടയുടെ നമ്പർ തരാം, അവരോട് തന്നെ പറ, കൊറിയർ അയച്ചു തരാൻ പറ. കടയുടെ നമ്പർ ഇതേലുണ്ടോ നോക്കട്ടെ. ഇതേൽ ഈ നീലാമ്പരിക്ക് 260 രൂപ. അത് എത്ര ഗ്രാമാ? 200 ഗ്രാം. 200 ആയിരിക്കുമല്ലോ. 200 ഗ്രാം എന്ന് എഴുതിയേക്കുന്നത്. അതെ, ഇവരുടെ അഡ്രസ്സ്, അയ്യോ ഇതിൽ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്, പറയാവേ. ഗ്രീൻ ലീഫ്സ് പ്യുവർ സ്പൈസസ് ആൻഡ് ഓയിൽ, മണിപ്പുഴ കോട്ടയം. എഴുതിയെടുത്തോ, മണിപ്പുഴ കോട്ടയം. കസ്റ്റമർ കെയർ ഫോൺ നമ്പർ 0481 2360 411. അതായത് 0481 കോട്ടയത്തിൻ്റെ കോഡ് ലാൻഡ് ഫോണാണ്. എന്നിട്ട് 2360 411. അതിൽ നിങ്ങൾ
വിളിക്കുമ്പം അവർ പറഞ്ഞു തരുമായിരിക്കും, ചിലപ്പം വാട്സാപ്പ് നമ്പറോ എല്ലാം പറയുമായിരിക്കും. എന്നിട്ട് ആ നമ്പറിൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അയച്ചു തരുമായിരിക്കും. നമ്പർ ഇതാ, ഞാൻ ഈ മുറി ലൈറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ്. 048123604111, കോട്ടയത്ത് മണിപ്പുഴയിൽ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. ഞാനതിപ്പോൾ ഇനി ഇതിന് ലൈറ്റ് ഇട്ടിട്ട് വായിച്ചു നോക്കാം. പിന്നെ എൻ്റെ പൊന്നെ ഇത് പറഞ്ഞു തീർക്കട്ടെ. ഇത് എനിക്കിനിയിപ്പോൾ ഞാൻ ഇൻഡിഗോ ഇപ്പം മേടിച്ചു പോയില്ല, അതുകൊണ്ട് അങ്ങ് അല്ല തലയ്ക്ക് നല്ലതാണെങ്കിൽ നമ്മൾ അതും അങ്ങ് തേച്ചേക്കാം, നാളെ തേക്കാം ഇൻഡിഗോ. ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നു, നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം, മാസത്തിൽ 2 എന്നല്ലേ ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വെച്ച് നമ്മളിതാ ഇത് ഇടുവാണെങ്കിലില്ലേ, ഈ മൈലാഞ്ചി മാത്രം ഇട്ടാൽ മതി, ഇൻഡിഗോയും ഒന്നും ഇടണ്ട. ഒറ്റ നരയില്ല. ഞാൻ ആരെ കൊണ്ട് വലിയ റിവ്യൂ പറയിപ്പിക്കാം. നാളെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് നോക്കട്ടെ, ഞാൻ പുറത്തോട്ട് പോകുന്നുണ്ടേ. ഏതേലും എൻ്റെ കൂട്ടുകാരെ കൊണ്ട്, ഇവിടെ മംഗലാപുരത്ത് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ നാളെ റിലയൻസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും റിലയൻസിലൊക്കെ എനിക്ക് മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ സ്റ്റാഫുകൾ, അവരോട് ഞാൻ ചോദിക്കാം. എൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ പറ്റിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് ഉറപ്പാണ്. എന്നിട്ട് കഴുകുമ്പോൾ ആദ്യം ആ തലയെ പിടിച്ചിരിക്കുന്ന അത് മാത്രമേ അങ്ങ് പോയുള്ളേ. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും നമ്മുടെ ഈ ഇതിലേക്കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇവിടെയൊക്കെ കളറാവുമോ അല്ലെങ്കിൽ ദേഹത്തെല്ലാം ആകുമോ ഒന്നും ചെയ്തില്ല. തൂത്തപ്പോഴത്തേക്കിനും തോർത്തയിലൊന്നും കളറാവുകയൊന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തലയെ പിടിച്ചിട്ടുണ്ട്, നല്ലതാണ്. 1 മണിക്കൂർ ഞാൻ വെച്ചു കേട്ടോ, 1 മണിക്കൂർ വെച്ചു. അതിൽ കൂടുതൽ 2 മണിക്കൂർ വെക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നല്ലതായിട്ട് പിടിച്ചോളൂ. എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂറേ വെച്ചോളൂ കേട്ടോ. ഇനി തേക്കുമ്പോൾ ഞാൻ 2 മണിക്കൂർ വെക്കും. രാവിലെ അങ്ങ് തേച്ചുകൊണ്ട് വന്നിട്ട് വൈകുന്നേരമേ കഴിയുന്നുള്ളൂ. അത്രയും സമയം ഇരിക്കട്ടെ. തലയ്ക്കും മുടിക്കും എല്ലാം നല്ല മുടി കൊഴിച്ചിലൊക്കെ മാറി താരം പോയി മുടിയൊക്കെ വളർന്നോളും. അപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചു. ഇത് എൻ്റെ മുടി ബ്രൗൺ കളറിലിരിക്കുന്നത് കണ്ടോ, ഒറ്റ നര. ഇനി എനിക്ക് മറ്റേ നീലയമരി തേക്കേണ്ട ആവശ്യമേ ഇല്ല. അയ്യോ, അതുപോലെ തന്നെ ഇതേ നമ്മുടെ പച്ച കളറല്ലായിരുന്നോ നമ്മുടെ ഇതിന്, പിന്നെ നീലയമരിക്ക്. ഇത് ഇത്രയും സമയം കൊണ്ട് ഇത് കറുത്ത കളറായി. ഞാൻ അന്നേരം നല്ലതായിട്ട് അങ്ങ് ഇളക്കി. പിന്നെയും ഇളക്കിയപ്പോൾ അകഭാഗം ഇച്ചിരി പച്ച കളറിലിരിക്കുമല്ലോ, മേൽഭാഗമല്ലേ കറുത്ത്, അത് ഞാൻ ഇളക്കി വെച്ചാൽ ഇപ്പം അതും എല്ലാം അങ്ങ് മൊത്തം ഫുള്ളങ്ങ് കറുപ്പായി. ഇത് ഭയങ്കര കേട്ടോ. ആ കൊച്ച് അതുപോലെ എന്നോട് പറഞ്ഞു തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്ന ദീപാവലിയുടെ അവധി കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന ദിവസമായിരുന്നു. ഇപ്പം നിങ്ങളോട് ഞാൻ പറയുക, വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷം കൊണ്ട് മേലെ കേട്ടോ. ശരിക്കും ഒന്നും നിങ്ങൾ നോക്കിയേ അല്ലേ, ഇന്ന് വരെ ഇങ്ങനെ ഒരു നമ്മൾ നാച്ചുറൽ ഇത് തേച്ചിട്ട് പിറ്റേ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും. പക്ഷേ ഇതൊന്നും നോക്കിയേ നിങ്ങൾ, എൻ്റെ പൊന്നോ. നാളെ നമുക്കിത് നീലയമരി തേക്കാം. അന്നേരം കുറച്ച് സമയം കൂടെ തേച്ച് നിൽക്കാമല്ലോ. അല്ല ഇനിയിപ്പോൾ എനിക്കിത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് കഴുകിക്കളയേണ്ടി വരും, സമയമില്ല, ആരണൊക്കെ വരും. അപ്പം അതുകൊണ്ട് തിരക്കാരന് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുക, കൈകൂപ്പി പറയാം, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മേടിച്ചോ കോട്ടയംകാർ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവരുടെ വാട്സാപ്പ് നമ്പർ ചോദിച്ചിട്ട് അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് എളുപ്പം കൊറിയർ അയച്ചു തരാൻ പറ. നീലയമരി നമ്മുടെ ഹെന്ന പൗഡറും അയച്ചു തരാൻ പറ. എന്നിട്ട് നിങ്ങളത് തേച്ച് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. കാരണം എല്ലാവർക്കും ഈ കെമിക്കൽ ഡൈ തേച്ച അലർജിയും അതും പ്രശ്നങ്ങളും എന്തിനല്ലേ ആൾക്കാർക്ക് അങ്ങനെ. അപ്പം എളുപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷർബറാന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നേലും വിരോധം ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ സാരമില്ല, മറ്റുള്ളവരെ ഓർത്ത് അവർ മുടി കറുത്തിരുന്ന് രക്ഷപ്പെടട്ടെ അതോർത്തെങ്കിലും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടി കഴിയുമ്പോഴത്തേക്കിനും ബനിയൻ നനഞ്ഞു, അതാ പിന്നെ തോർത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഹെന്ന തേച്ചിട്ട് വന്നിട്ട് മുടിയെ പിടിച്ചിട്ടൊന്നും ഇല്ല, കളറില്ല, നീലയമരി കലക്കി വെച്ചിരിക്കുന്നതും കൂടെ തേച്ച് വേണേൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം. അതുകൊണ്ട് ഞാൻ മേല് കഴിയില്ല, മുടി മാത്രമേ കഴിയുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം.
പിന്നെ അപ്പം ഞാൻ ശരിക്കും പറയാം, എനിക്ക് അങ്ങനെ ആരെയും ചൊല്ലി സത്യം ഇടാൻ അങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ആരും അങ്ങനെ ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് എന്നെ 1% വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങിച്ചോ. സൂപ്പർ ഡൈയ, സൂപ്പർ ഡൈ എന്ന് എനിക്ക് പറയണോ വേണ്ടയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം സൂപ്പർ ഡൈ ആന്ന് തന്നെ പറയാം, നാച്ചുറൽ ഡൈ. എന്നാന്ന് വെച്ചാൽ നാച്ചുറൽ ഡൈ ഒന്നും ഇങ്ങനെ ഈ ഹെന്ന തേക്കുമ്പോഴേ എന്താ പറയുന്നത് റിസൾട്ട് കിട്ടാറില്ല. നോക്കൂ, നമ്മളിതൊരു 3 ദിവസം, ഞാൻ പറയാം ഇനി എത്ര ദിവസം കഴിയുമ്പോഴാണ് ഇത് വെളുക്കാൻ തുടങ്ങുന്ന കളറെല്ലാം പോയെന്ന് ഞാൻ പറയാം. ഒരാഴ്ചയെങ്കിലും നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കളറ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ലാഭമല്ലേ, നമുക്ക് ആഴ്ച ഒന്ന് ചെയ്താൽ മതിയല്ലേ. എന്നിട്ട് അന്നേരം മാസത്തിൽ 4 പ്രാവശ്യം, അപ്പം 4 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗുണം തലയ്ക്ക, മുടി വളരും, ഒയ്യോ പൊഴിയത്തൊന്നുമില്ല. അപ്പം തീർച്ചയായിട്ടും ഞാൻ കൈ കൂപ്പി പറയുക, നിങ്ങൾ പോയി ഇത് ഈ നമ്പറിൽ വിളിച്ചിട്ട് അഡ്രസ്സ് കൊടുത്തിട്ട് കൊറിയർ അയച്ചു തരാൻ പറ, അല്ലെ കോട്ടയത്തുള്ളവർ പോയി വാങ്ങിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിത് തേക്ക്, സൂപ്പർ സാധനം. എൻ്റെ മുടി കണ്ടിട്ട് മനസ്സിലായില്ലേ, ബ്രൗൺ കളർ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോയിൽ കൂടെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ തലയൊട്ടിയൊക്കെ ചുമന്നിരിക്കുന്നത് കണ്ടോ, ഉടങ്ങും നരേ ഇല്ലല്ലോ. നരയെ വ്യക്തമായി കാണിച്ച് തന്നിട്ടാണ് ഇത് തേച്ചത്, അല്ലെങ്കിൽ കറുത്ത മുടിയെ തേച്ചാണോ നിങ്ങൾ കാണിക്കുന്നതെന്നൊന്നും കിളവി തള്ളെ പൊടി എടിയെന്നൊന്നും പറയില്ല. അന്ന് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ പോയി വാങ്ങിച്ചു നോക്കുക. എന്നെ പരീക്ഷിക്കാനെങ്കിലും പോയി വാങ്ങിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അന്നേച്ചും വന്ന് തെറി വിളിച്ചോ കമൻറ്റ് ബോക്സിൽ വന്ന്. അയ്യോ, നിങ്ങൾ എന്നെ ഇങ്ങനെ കൈകൂപ്പി തലയിൽ ഇങ്ങനെ വെച്ച് അനുഗ്രഹിക്കും, അതുപോലെ നല്ല സാധനം. വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, കാണുന്നവർ അനുഗ്രഹിക്കപ്പെടും, കാണാത്തവർക്ക് ഒരു ഗുണവും ഇല്ല, തേക്കാൻ പറ്റിയില്ല. ഇനി പറയുന്ന മുഴുവൻ കാര്യമാണ്, അപ്പം അത് കേൾക്കാതെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല. അങ്ങനെയുള്ളവർ പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, ഒരാളെങ്കിലും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ, ബൈ, സി യു, ഗോഡ് ബ്ലെസ് യു ഓൾ. നാളെ കാണാം.